അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 8 തിങ്കളാഴ്ച. പാചകവാതക ഗാർഹിക സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചു. തിരുവനന്തപുരത്ത് സിലിണ്ടറിന് 951 രൂപയായി. 3 മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടുന്നത്. മാർച്ച് 7-ന് 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഇസ്രായേലിൽ ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണം. വടക്കൻ മേഖലയിൽ പലയിടത്തും സ്ഫോടനങ്ങളുണ്ടായി. സൈറൺ മുഴങ്ങി. ആക്രമണത്തിന്റെയും നാശനഷ്ടങ്ങളുടെയും വ്യാപ്തി വ്യക്തമല്ല. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇറാൻ ഇസ്രായേലിൽ ആക്രമണം നടത്തിയത്. നടൻ സലീം കുമാർ ഓർമ്മയായി. പറവൂർ ടൌൺഹാളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ അതികായർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ടൌൺഹാളിലെത്തി സലീം കുമാറിന്റെ മക്കളെ ആശ്ലേഷിച്ച് ആശ്വസിപ്പിച്ചു. പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധു നിയമന വിവാദത്തിനൊടുവിൽ രാജി. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് അളിയനും കോൺഗ്രസ് നേതാവുമായ ബെന്നി തോമസ് രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന് കൈമാറി. ബന്ധു നിയമനത്തെ ചൊല്ലി പ്രതിപക്ഷം പ്രതിഷേധമുയർത്തുകയും KPCC യോഗത്തിൽ കടുത്ത വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് 126 പേർക്ക് ഷിഗല്ല ബാധിച്ചെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് 3 കുട്ടികൾക്ക് രോഗബാധയുണ്ടായിരുന്നു. ഇതിൽ 2 കുട്ടികളെ ഡിസ്ചാർജ് ചെയ്തു. +1 ട്രയൽ അലോട്ട്മെന്റ് ഇന്ന്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് ഇന്നുണ്ടാകും. 15-നാണ് 1-ാം അലോട്ട്മെന്റ്. ജൂലൈ 2-ന് ക്ലാസ് തുടങ്ങും. 4,39,184 സീറ്റുകളിലേക്ക് 4,44,124 അപേക്ഷകരുണ്ട്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വീണ വിജയനെതിരെ SFIO കസ്റ്റഡിയിലെടുത്ത തെളിവുകൾ ലഭിക്കാൻ ED എറണാകുളം PMLA കോടതിയെ സമീപിച്ചു. 134 രേഖകൾ വേണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ 3 പേരെ കൂടി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകി. റിബേഷ് രാമകൃഷ്ണൻ, മനേഷ്, അതുൽ എന്നിവർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. സ്ക്രീൻഷോട്ടിന്റെ യഥാർത്ഥ ഉറവിടവും ഡിജിറ്റൽ തെളിവുകളും കണ്ടെത്താൻ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റയ്ക്ക് അന്വേഷണ സംഘം വീണ്ടും കത്തയക്കും. കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ CPM-നോട് ആഭിമുഖ്യമുള്ള സഖാക്കളാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് VP ദുൽകിഫിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി. ദുബായിലെ പ്രമുഖ ആശുപത്രി അപ്രതീക്ഷിതമായി പൂട്ടിയതിനെ തുടർന്ന് നിരവധി മലയാളി നഴ്സുമാർ തൊഴിൽ രഹിതരായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരമായി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തൊഴിൽ നഷ്ടപ്പെട്ട നഴ്സുമാർക്കും കുടുംബങ്ങൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ UAE ഭരണകൂടവുമായി ചർച്ച നടത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 2018-ൽ കോഴിക്കോട്ട് നടന്ന അഖിലേന്ത്യാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് അടക്കമുള്ളവർ ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് FIR. മുസ്ലിം ലീഗ് നേതാവും പെരിന്തൽമണ്ണ മുനിസിപ്പൽ കൌൺസിലറുമായ നാലകത്ത് ബഷീറാണ് 1-ാം പ്രതി. C സത്യൻ, അഹമ്മദ് കുട്ടി, മൊയ്തീൻ കോയ തുടങ്ങിയവരാണ് മറ്റു പ്രതികൾ. വിജിലൻസ് 2025-ൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 1.24 കോടിയോളം രൂപ ശേഖരിച്ച് ക്രമക്കേട് നടത്തിയെന്നാണ് ആരോപണം. ഇടുക്കി ജില്ലയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. മലയോര മേഖലകളിൽ വൈകിട്ട് 7 മുതൽ രാവിലെ 6 വരെയാണ് യാത്രാ നിരോധനം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച IHRD അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും CPM സംഘടനാ നേതാവുമായ നന്ദകുമാർ കൊളത്താപ്പള്ളിയെ മാറ്റി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ലതാ പണിക്കരാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ.
എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് +2 മാർക്ക് സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 14 വരെ നീട്ടി. കീം എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ +2 മാർക്ക് ലിസ്റ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് കൌൺസിൽ ഓഫ് CBSE സ്കൂൾസ് കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച ധവളപത്രം AI നിർമ്മിതമാണെന്ന തോമസ് ഐസക്കിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വിദഗ്ധ സമിതി അധ്യക്ഷൻ ഡോക്ടർ ചന്ദ്രശേഖർ. ധവളപത്രം കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതിയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ സ്വയം വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടിയത് വോട്ട് നഷ്ടപ്പെടുത്തിയെന്ന് യോഗം വിലയിരുത്തി. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം പിഴച്ചുവെന്നും സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തീരുമാനിച്ചത് ഏകകണ്ഠമായാണെന്നും പ്രായോഗിക തിരുത്തൽ നടപടികൾ പിന്നീട് നടത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രസംഗിക്കുമ്പോൾ മറുപടി പറയാൻ പ്രതിപക്ഷത്തെ ഒരാൾക്കും കഴിയുന്നില്ലെന്ന് ജി. സുധാകരൻ MLA. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ നനഞ്ഞ കോഴിയാണെന്നും ജി. സുധാകരൻ പറഞ്ഞു. ഇടത്തോട്ട് മുണ്ടെടുത്താൽ ഇടതുപക്ഷമാകില്ലെന്നും രാജ്യത്ത് കോൺഗ്രസിന്റെ ഊന്നുവടിയിൽ നിൽക്കുന്ന പാർട്ടിയാണ് CPM എന്നും അദ്ദേഹം പരിഹസിച്ചു. കനത്ത മഴയെ തുടർന്ന് പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചു. പൊന്മുടിയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. സലിം കുമാറിന്റെ വിയോഗത്തിൽ അനുശോചനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അനുശോചിച്ചു. സിനിമയ്ക്കകത്തും പുറത്തും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന പ്രിയ സുഹൃത്തായിരുന്നു സലിം കുമാറെന്ന് മോഹൻലാൽ പറഞ്ഞു. ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ കടന്നുപോകുമ്പോൾ ആഘാതം വളരെയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ലോകം അതിവേഗം AI യുഗത്തിലേക്ക് മുന്നേറുകയും പുതിയ നിക്ഷേപ തൊഴിൽ സാധ്യതകൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾ കാലഹരണപ്പെട്ട വിഷയങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ MLA. സാമ്പത്തിക ധവളപത്രത്തെ എതിർക്കുന്ന CPM നേതാക്കൾ സർക്കാർ രേഖകൾ രഹസ്യമാണെന്ന് വാദിച്ചത് വിചിത്രമായി തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു. പോക്സോ കേസിൽ കുട്ടിയുടെ പ്രായം നിർണ്ണയിക്കുന്നതിന് SSLC ബുക്കും സ്കൂൾ പ്രവേശന രജിസ്റ്ററും മതിയായ രേഖയാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മഞ്ചേരി പോക്സോ കോടതി പ്രതിയെ 10 വർഷം തടവിന് ശിക്ഷിച്ച വിധി ഹൈക്കോടതി ശരിവച്ച ഉത്തരവിലാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചയിൽ കൈ നഷ്ടപ്പെട്ട പാലക്കാട് സ്വദേശിനി വിനോദിനിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ സർക്കാർ ജോലി നൽകാൻ ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കുട്ടിയുടെ തുടർ പഠനവും ചികിത്സാ ചെലവും സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തു. മാധ്യമവാർത്തയെ തുടർന്ന് കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഇന്ന് ഉച്ചയ്ക്ക് പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയുടെ യോഗം. DMK യോഗത്തിൽ പങ്കെടുക്കില്ല. CPM-ഉം പിണക്കത്തിലാണ്. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഇത്തവണ കൂടുതൽ സജീവമായേക്കും. പൈക്ക പദ്ധതി ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സ്പോർട്സ് വകുപ്പ്. കേന്ദ്ര സർക്കാരിന്റെ പഞ്ചായത്ത് യുവക്രീഡ ഓർ ഖേൽ അഭിയാൻ പദ്ധതിക്കായി അനുവദിച്ചതിൽ 11.91 കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം. അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ധനവില കുറവ് ഇന്ത്യയിലാണെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ന്യായീകരണം. ഉപഭോക്താക്കൾക്ക് സബ്സിഡി പരിരക്ഷ തുടരുമെന്നും നിലവിൽ രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയില്ലെന്നും പെട്രോളിയം മന്ത്രാലയം. പാർട്ടി ഫണ്ടിലേക്ക് തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനിൽ നിന്നും അനധികൃതമായി പിരിവ് നടത്തരുതെന്ന് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. മദ്യവിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം സംസ്ഥാന ഖജനാവിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും വിജയ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തമിഴക വെട്രികഴകം MLA MR പല്ലവി തന്റെ നവജാത പുത്രന് പാർട്ടിയുടെ പേരിന് സമാനമായി പേരിട്ടു. കഴിഞ്ഞ ആഴ്ച പ്രസവിച്ച തന്റെ ആൺകുഞ്ഞിന് TVK തമിഴ് വെട്രികൊണ്ടാൻ എന്നാണ് പേരിട്ടത്. ഡിജിറ്റൽ യുഗത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് രാജ്യത്തെ യുവാക്കളെ തെറ്റായ ദിശയിലേക്ക് നയിക്കാൻ അനുവദിക്കില്ലെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം.
എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ സൈന്യം വൻ വ്യോമാക്രമണം നടത്തി. ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാനമായ ഭൂഗർഭ കമാൻഡ് സെന്ററാണ് ലക്ഷ്യമിട്ടതെന്നും അത് തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. ഇറാന്റെ ആണവ ശേഖരം നശിപ്പിക്കുന്നതിന് ആവശ്യമെങ്കിൽ അമേരിക്കൻ സൈന്യത്തെ നേരിട്ടയക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേലും ഒന്നിച്ച് ഈ ദൌത്യം നിർവഹിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലെ യുഎസ് സൈനിക തന്ത്രങ്ങളുടെ സ്ഥിര കേന്ദ്രമായിരുന്ന ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളം ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നതായി യുഎസ് സ്ഥിരീകരിച്ചു. യുദ്ധം തുടങ്ങി ആദ്യ ആഴ്ചകളിൽ തന്നെ ആക്രമണം നടന്നെങ്കിലും 4 മാസങ്ങൾക്ക് ശേഷമാണ് യുഎസ് ഈ വലിയ നഷ്ടം സമ്മതിക്കുന്നത്. ഇറാനുമായുള്ള ചർച്ച നടത്തുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാനും വിവരങ്ങൾ ചോർത്താനും ഇസ്രായേൽ ശ്രമിച്ചതായി യുഎസ് രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്തിയെന്ന് റിപ്പോർട്ട്. ഉത്തര കൊറിയയെ ആണവ വിമുക്തമാക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങൾ കാലഹരണപ്പെട്ട വ്യാമോഹമാണെന്ന് കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോ ജോങ്. യുഎസ് നേതൃത്വത്തിലുള്ള സുരക്ഷാ ഭീഷണികൾക്കെതിരെ രാജ്യത്തിന്റെ ആണവായുധ ശേഖരം ഇനിയും വ്യാപിപ്പിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. ജർമ്മൻ വിമാനത്താവളങ്ങൾ വഴി മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് ഇനി മുതൽ എയർപോർട്ട് ട്രാൻസിറ്റ് വിസയുടെ ആവശ്യമില്ല. പസഫിക് സമുദ്രത്തിൽ രൂപം കൊള്ളുന്ന എൽ നിനോ പ്രതിഭാസം സെപ്റ്റംബർ മാസത്തോടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തി പ്രാപിച്ച് ഗോഡ്സില്ല എൽ നിനോ ആകുമെന്ന് റിപ്പോർട്ട്. അമിതമായി ചൂട് തരംഗമുണ്ടാകുകയും കടുത്ത വരൾച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഇത്. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. 564-ന് 8 എന്ന നിലയിൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലയർ ചെയ്ത മത്സരത്തിന്റെ 2ാം ദിനം സ്റ്റമ്പെടുക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 എന്ന നിലയിലാണ്. സെഞ്ചുറി നേടിയ ശുഭ്മാൻ ഗില്ലിന്റെയും കെഎൽ രാഹുലിന്റെയും അർദ്ധ സെഞ്ചുറി നേടിയ സായ് സുദർശന്റെയും ഋഷഭ് പന്തിന്റെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും ഇന്നിംഗ്സുകളുടെ മികവിലാണ് ഇന്ത്യ കൂറ്റൻ സ്കോർ സ്വന്തമാക്കിയത്. ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കാനെത്തുന്ന ഇറാൻ ഫുട്ബോൾ ടീം അംഗങ്ങൾക്ക് കർശന നിബന്ധനകളോടെ അമേരിക്ക വിസ അനുവദിച്ചു. മത്സരം നടക്കുന്ന ദിവസം മാത്രം രാജ്യത്ത് പ്രവേശിക്കാനും മത്സരം കഴിഞ്ഞ ഉടൻ തന്നെ രാത്രിയിൽ രാജ്യം വിടാനുമാണ് അമേരിക്ക ഇറാൻ കളിക്കാർക്കും ഒഫീഷ്യലുകൾക്കും അനുമതി നൽകിയത്. ലോകകപ്പ് ഫുട്ബോളിനായി ആവേശാരവങ്ങളോടെ കാത്തിരിപ്പ്. 48 ടീമുകളാണ് മത്സരിക്കുന്നത്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലെ 16 സ്റ്റേഡിയങ്ങളിലായി 104 മത്സരങ്ങൾ. വ്യാഴാഴ്ച രാത്രി 12:30-ക്ക് മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ജൂലൈ 19-ന് അമേരിക്കയിലെ ന്യൂജേഴ്സി നെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനുള്ള പന്തിന് പേര് ട്രിയോണ്ട. 3 തിരമാലകൾ എന്നാണ് അർത്ഥം. മത്സരങ്ങൾക്ക് 3 രാജ്യങ്ങൾ ആതിഥേയരാകുന്ന ആദ്യ ലോകകപ്പ് എന്ന സവിശേഷതയുമുണ്ട്. സീ നെറ്റ്വർക്കിന്റെ യുണൈറ്റഡ് 8 സ്പോർട്സ് ചാനലിൽ കളി തത്സമയം കാണാം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കന്നി ഗ്രാൻഡ് സ്ലാമിൽ മുത്തമിട്ട് ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവ്. ഫൈനലിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളിയെ 5 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ലോക 3-ാം നമ്പർ താരം ചരിത്ര നേട്ടം കൈവരിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.